മലയാളികളുടെ പ്രിയപ്പെട്ട ചലച്ചിത്ര താരം കലാഭവൻ മണി അരങ്ങൊഴിഞ്ഞിട്ട് 10 വർഷം. സാധാരണക്കാരായ മനുഷ്യരെ ചേർത്ത് പിടിക്കാനും അവരുടെ കണ്ണീരൊപ്പാനും അവരെ ആനന്ദിപ്പിക്കാനും മനസ്സ് കാണിച്ച അതുല്യ കലാകാരൻ ഇന്നും ജനഹൃദയങ്ങളിൽ മരണമില്ലാതെ തുടരുന്നു. ആടിയും പാടിയും സാധാരണക്കാരനൊപ്പം സംവദിച്ചും മലയാളികളുടെ മനസ്സിൽ ചേക്കേറിയ മണിയുടെ വേർപാട് ഇന്നും മലയാള സിനിമാ രംഗത്തും നാടൻ പാട്ട് രംഗത്തും നികത്താനാകാത്ത നഷ്ടമാണ്. വിസ്മൃതിയിലേക്ക് ആണ്ടുപോയ നാടൻ പാട്ടെന്ന കലയെ ഇത്രമേൽ ജനപ്രിയമാക്കിയ മറ്റൊരു മലയാളിയുണ്ടാകില്ല. മണി ആലപിച്ച നാടൻ പാട്ടുകൾ ഇന്നും ആളുകൾ നെഞ്ചിലേറ്റുന്നു. മിമിക്രി വേദികളിൽ നിന്നാണ് മണിയെ സിനിമ സ്വന്തമാക്കുന്നത്. ഹാസ്യതാരമായി അഭിനയം തുടങ്ങി മണി പിന്നീട് വില്ലനായും നായകനായും സിനിമയിൽ സ്ഥാനം കണ്ടെത്തി. അക്ഷരം എന്ന ചിത്രത്തിലെ ഓട്ടോ ഡ്രൈവറുടെ കഥാപാത്രത്തിലൂടെയാണ് ചലച്ചിത്ര രംഗത്തേക്കുള്ള കലാഭവൻ മണിയുടെ അരങ്ങേറ്റം. സല്ലാപം എന്ന ചിത്രത്തിലെ ചെത്തുകാരൻ രാജപ്പന്റെ വേഷം മണിയെ ശ്രദ്ധേയനാക്കി. കരുമാടിക്കുട്ടൻ, വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും, വാൽക്കണ്ണാടി എന്നീ ചിത്രങ്ങൾ മണി എന്ന അസാമാന്യ പ്രതിഭയെ അടയാളപ്പെടുത്തിയ ചിത്രങ്ങളായി മാറി. തെന്നിന്ത്യൻ സിനിമയിലും കലാഭവൻ മണി തന്റേതായ കയ്യൊപ്പ് ചാർത്തി. താരമുഖം കൈവന്നപ്പോഴും തന്റെ നാടായ ചാലക്കുടി നെഞ്ചോട് ചേർത്തിരുന്നു ചാലക്കുടിക്കാരൻ ചങ്ങാതി. 2016 മാർച്ച് 6 അപ്രതീക്ഷിതമായ ആ മണിനാഥം നിലച്ചു. അഭിനയം, സംഗീതം, സേവനം, സാന്ത്വനം ഓടിയെത്തി ആവോളം ചേർത്തുപിടിച്ച് പാതിവഴിയിൽ പെട്ടെന്ന് ഉപേക്ഷിച്ചു പോയ മണി എന്നും മലയാളിക്ക് ഒരു നൊമ്പരമാണ്.